മൂന്നാം വട്ട മന്ത്രിതല ചർച്ചയിൽ 7 ആവശ്യങ്ങൾ ഉന്നയിച്ച ആശാവർക്കർമാർ. ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ ചർച്ച പുരോഗമിക്കുന്നു. CITU, INTUC പ്രതിനിധികളും ചർച്ചയിൽ. വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച തുടരുന്നു. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ ബിൽ അവതരണം മുനമ്പം ഉൾപ്പെടെ പരാമർശിച്ച്. ലോക്സഭാ ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധി എത്താതിരുന്നതിൽ വിമർശനം. ബില്ല് പാസാക്കിയതോടെ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. പ്രശ്നം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരെന്ന് VD സതീശൻ. അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്കിൽ ആശങ്ക രേഖപ്പെടുത്തി CPM പാർട്ടി കോൺഗ്രസ് സംഘടനാ റിപ്പോർട്ട്. പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കുന്നവരോട് അവഗണന വേണ്ടെന്ന് കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം. സംസ്ഥാന സമിതികളിൽ ക്ഷണിതാക്കളുടെ എണ്ണം 5-ൽ കൂടരുത്. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലും രാഷ്ട്രീയ പ്രമേയത്തിലും ചർച്ച തുടരുന്നു. IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയതിൽ ആരോപണ വിധേയനായ സുഹൃത്ത് സുഗാന്ത് സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. യുവതിയുമായി പ്രണയത്തിലായിരുന്നുവെന്നും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നതായും സുഗാന്ത് ജാമ്യാപേക്ഷയിൽ. സുഗാന്തിന്റെ വാദങ്ങൾ തള്ളി കുടുംബം. ക്ഷേത്രോത്സവത്തിനിടെ വിപ്ലവ ഗാനം ആലപിച്ചത് നിസ്സാരമായി കാണാനാവില്ലെന്ന് ഹൈക്കോടതി. അമ്പലപ്പറമ്പിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമെന്നും കോടതി. വേദിക്ക് മുന്നിൽ കുപ്പി ഉയർത്തി നൃത്തം ചെയ്തവരെ വിശ്വാസികളെന്ന് വിളിക്കാൻ കഴിയുമോ എന്ന ചോദ്യം. ഗാനമേളയ്ക്ക് എത്ര തുക ചെലവഴിച്ചെന്നും എങ്ങനെയാണ് പണം പിരിച്ചതെന്ന് അറിയിക്കാനും നിർദ്ദേശം. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച അമേരിക്ക. ഇന്ത്യക്കെതിരെ 24%, ചൈനയ്ക്ക് 34%. എല്ലാ ഇറക്കുമതിക്കും 10% അടിസ്ഥാന തീരുവ. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ തിരിച്ചടി ലോക്സഭയിൽ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി. കേന്ദ്രം തീരുവയ്ക്കെതിരെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദ്യം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പരസ്യപ്പെടുത്തും. എല്ലാ ജഡ്ജിമാരും വിവരങ്ങൾ ചീഫ് ജസ്റ്റിസിന് കൈമാറും. വെബ്സൈറ്റിൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനും തീരുമാനമെടുത്തത് സുപ്രീം കോടതി ഫുൾ കോർട്ട് യോഗം. ചാലക്കുടി നഗരത്തിൽ ഇറങ്ങിയ പുലിയെ മയക്കുവെടിവെക്കും. തീരുമാനം ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിൽ. നിരീക്ഷണത്തിനായി കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനം. IPL-ൽ ഇന്ന് കൊൽക്കത്ത ഹൈദരാബാദ് പോരാട്ടം. മത്സരം രാത്രി 7:30 കൊൽക്കത്തയിൽ. വിജയ വഴിയിൽ തിരിച്ചെത്താൻ ടീമുകൾ.